കുട്ടികളെ എങ്ങനെ ശാസിക്കാം? ചെറിയ കുസൃതികൾ, ചെറിയ തെറ്റുകൾ നമ്മളങ്ങ് നിഗ്ലക്റ്റ് ചെയ്ത് വിടുക. നേരെ മറിച്ച് നമ്മൾ ഇൻ്റർവീൻ ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടെക്നീക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതാണ് ടൈം ഔട്ട്. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്, സാധനങ്ങൾ വലിച്ചെറിയുകയാണെങ്കിൽ കുട്ടീനെ അവിടുന്ന് ആ ഒരു സ്ഥലത്തു നിന്ന് മാറ്റി ടൈം ഔട്ട് സോണിലേക്ക് വിടുക. ടൈം ഔട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കോർണറാണ്. കുട്ടി ഒരു ഭിത്തിനെ ഫേസ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കുട്ടി ആ ഭിത്തിനെ ഫേസ് ചെയ്ത് ഇരുന്ന് കഴിയുമ്പോൾ, മിനിമം ഒരു 10-15 സെക്കൻഡ്സ് എങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ കുട്ടിയുടെ ദേഷ്യം അങ്ങ് കുറയും. 10-15 സെക്കൻഡ് ദേഷ്യം കുറഞ്ഞു കഴിയുമ്പോൾ കുട്ടീനെ നമ്മൾ കെട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ കൈ ചേർത്ത് പിടിച്ചോ ഒരു കോമൺ ഏരിയയിലേക്ക് കൊണ്ടുവരിക. 10-15 സെക്കൻഡ്സ് കൊണ്ട് നിനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലേ, മിടുക്കനാണ്, ടൈം ഔട്ട് നീ പൂർത്തീകരിച്ചില്ലേ, ആ സമയത്ത് നമ്മൾ തെറ്റുതിരുത്താൻ നോക്കുക, കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ ടൈം ഔട്ട് എന്നുള്ളത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇനി ഇതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം പിടിച്ച് ശകാരിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. പകരം നമ്മുടെ ദേഷ്യം നിയന്ത്രിച്ച് പറയാനുള്ള കാര്യങ്ങൾ വളരെ മിനിമലിസ്റ്റിക്കായി കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുട്ടിയുടെ ഐ ലെവലിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. ഇനി ഏതൊരു തരത്തിലുള്ള പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസും വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജി. അതായത് കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി നല്ല പ്രയത്നങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെയും നമ്മൾ പ്രശംസിച്ച് കൊടുക്കുക. കുട്ടി സ്കൂൾ വിട്ട് വന്നു, സ്കൂൾ ബാഗ് കറക്റ്റ് സ്ഥലത്ത് വെച്ചു, ഷൂസ് കറക്റ്റ് സ്ഥലത്ത് വെച്ചു എങ്കിൽ ആ ചെയ്യുന്ന ചെറിയൊരു എഫോർട്ടിനെ നമ്മൾ അനുമോദിച്ചു കൊടുക്കുക. ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഉമ്മ വെക്കുക, ഒന്ന് തലോടി കൊടുത്ത് മിടുക്കൻ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെച്ചല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ പ്രൈസസ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇനി കുറച്ചും കൂടെ നല്ല കാര്യം അവൻ ചെയ്തു, കുറച്ചും കൂടെ കഠിനാധ്വാനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ അവൻ ചെയ്തെടുത്തുവെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ്സ് കൊടുക്കുക. എന്തെങ്കിലും കളിപ്പാട്ടമോ അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന എവിടെയെങ്കിലും ഒരു ട്രിപ്പ് കൊണ്ടുപോവോ. അപ്പോൾ ഇത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജീസും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ പണിഷ്മെൻറ്റ് സ്ട്രാറ്റജീസും റീഇൻഫോഴ്സ്മെൻറ്റ് സ്ട്രാറ്റജീസും ഒരുമിച്ച് പോയാലേ കുട്ടികളിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്ക് വളർത്താൻ സാധിക്കുകയുള്ളൂ.